കർക്കിടക മാസത്തിൽ ആരോഗ്യത്തിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിലും നമുക്ക് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാം. റാഗിയും പച്ചക്കറികളും ചേർത്തൊരു ഇൻസ്റ്റൻറ്റ് റാഗി വെജിറ്റബിൾ ദോശ ഉണ്ടാക്കിയാലോ? ഇതിന് മാവ് അരയ്ക്കേണ്ട ആവശ്യമില്ല, പുളിക്കാൻ വെക്കേണ്ട ആവശ്യമില്ല. ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വളരെ എളുപ്പത്തിൽ ക്രിസ്പിയായി നമുക്ക് ഉണ്ടാക്കാം. ഇതിനായി നമുക്ക് ക്യാരറ്റ്, സവാള, ക്യാപ്സിക്കം ഒരു പകുതി, പിന്നെ നമുക്ക് കറിവേപ്പില വേണം, മല്ലിയില വേണം, പിന്നെ നമുക്ക് 1 കപ്പ് നമ്മുടെ റാഗി വേണം കേട്ടോ. അപ്പം നമുക്ക് അതെല്ലാം അരിഞ്ഞു വെച്ചതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് 1 കപ്പ് റാഗി ഇട്ടു കേട്ടോ, റാഗിപ്പൊടി. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണം, ചെറുതായിട്ട് അരിയണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറുതായി അരിഞ്ഞിട്ടുള്ള സവാള ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിയില ചെറുതായി അരിഞ്ഞതും കറിവേപ്പില ചെറുതായി അരിഞ്ഞതും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവിനായിട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടിയാണ് നമ്മൾ എരിവിനായി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെ വേണമെന്ന് വെച്ചാൽ ദോശമാവ് പോലെ കുറച്ച് ലൂസായിട്ട് പാടില്ല, അതുപോലെ തന്നെ ചപ്പാത്തി പോലെ നല്ല ഇതായിട്ടും പാടില്ല കേട്ടോ. നമുക്ക് അതിൻ്റെ രണ്ടിൻ്റെയും മിഡിലിൽ നിൽക്കണ പോലെ ഉള്ളൊരു കയ്യിൽ വെക്കുമ്പോൾ നമുക്കിങ്ങനെ പരത്താൻ പറ്റുന്ന രീതിയിൽ ഇതെങ്ങനെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ച് മാവ് എടുക്കുകയാണ്. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, കുഴച്ച് ആ മിനിറ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു പാൻ വെച്ചിട്ട്, ഒരു ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ട് പാൻ, അതായത് കല്ല് ചൂടായതിന് ശേഷം നന്നായിട്ട് വെള്ളം തളിച്ചിട്ട് നന്നായി ചൂടാവണം കേട്ടോ. എന്നിട്ട് നമുക്ക് സിമ്മിൽ വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് നമുക്കിതുപോലെ പരത്തി വെക്കണം നല്ലത്. നമ്മൾ ഇല കൊണ്ട് വെച്ചാലും ഇല കൊണ്ട് വെച്ചിട്ട് തട്ടിയാലും കുഴപ്പമില്ല, കൈ കൊണ്ട് ഇങ്ങനെ കയ്യിൽ പ്രസ് ചെയ്ത് വെക്കണം. കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം, ഗ്ലാസ്സിലെ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് ഇങ്ങനെ പരത്തി വെക്കണതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മുടെ കൈ ചൂടെടുക്കില്ല, നന്നായിട്ട് പരന്ന് കിട്ടുകയും ചെയ്യും. ഇനി ഇതിന് ശേഷം നമുക്ക് അതിൻ്റെ ചുറ്റും ഇങ്ങനെ വെളിച്ചെണ്ണ തൂവി കൊടുക്കാമേ. വെളിച്ചെണ്ണ ഫുള്ള് ഒഴിച്ച ശേഷം നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ അടച്ചു വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തുറക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്കൊന്ന് മറിച്ചിടാം കേട്ടോ. മറിച്ചിട്ടതിന് ശേഷം വീണ്ടും നമ്മൾ അടുത്ത സൈഡും ഇങ്ങനെ ജസ്റ്റ് എണ്ണയൊന്ന് തൂവി കൊടുക്കണം കേട്ടോ. എന്നിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യണേ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ഭാഗവും നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് തിക്കുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ റാഗിയും വെജിറ്റബിൾസും ഒക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണ തടവിയിട്ട് 2-3 സെക്കൻഡിൽ ഇങ്ങനെ മറിച്ചിട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു 4 പ്രാവശ്യമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കണം. ഈ മറിച്ചിടുന്ന സമയത്ത് നമുക്ക് എണ്ണ തടവി കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ തവി വെച്ചിട്ട് നന്നായിട്ട് അരികൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ആ മാവ് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ വെന്തിട്ടില്ല എന്നർത്ഥം. അതില്ല, മാവ് പുറത്തേക്ക് വരാണ്ട് നല്ല സ്റ്റിഫായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് അടിപൊളി വെജിറ്റബിൾസും റാഗിയും ഉള്ള ഹെൽത്തി ദോശയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്ലേറ്റിലേക്ക് നമുക്കതൊന്ന് മാറ്റാം. അത് മാറ്റിയതിന് ശേഷം നമുക്ക് അടുത്ത ദോശ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ എണ്ണമയമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഒന്ന് ഇതാവണം കേട്ടോ, ഡ്രൈ ആവണം കേട്ടോ. എണ്ണ പാടില്ല, ഒട്ടും പാടില്ല. കയ്യിലെ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ അടുത്തത് വെച്ച് പരത്തുകയാണ്. അപ്പോൾ ഇതൊരു ടിപ്പായിട്ടാണ് പറയുന്നത് കേട്ടോ. കാരണം എണ്ണ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ മാവ് വയ്ക്കുമ്പോൾ മാവ് നമ്മുടെ കയ്യിൽ കൂടെ തന്നെ വരും. അപ്പോൾ എണ്ണയൊന്നും ഇല്ലാതെ നന്നായിട്ട് വെള്ളം തളിച്ചിട്ട് വേണം രണ്ടാമത് ഉണ്ടാക്കാം കേട്ടോ. അതാണ് ഞാൻ രണ്ടാമത്തെയും കൂടെ കാണിച്ചു തരുന്നത്. ഇനി ആദ്യത്തെ പോലെ തന്നെ നന്നായിട്ട് എണ്ണ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നു. ഒരു 2 മിനിറ്റ് അടച്ചു വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ 2 പുറവും ഒരു 3-4 വട്ടം ഇതേപോലെ എണ്ണ തടവിയിട്ട് ചുട്ടെടുക്കണേ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെയും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ഇൻസ്റ്റൻറ്റ് റാഗി വെജിറ്റബിൾ ദോശ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഒരു അടിപൊളി തേങ്ങ ചട്നി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചമ്മന്തി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ പച്ചമുളക് ഇട്ടിട്ടുള്ള ചമ്മന്തി ആയാലും കുഴപ്പമില്ല, മുളക് പൊടി ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ള ചമ്മന്തിയാണ്.
തേങ്ങയും സവാളയും അതുപോലെ തന്നെ മുളക് പൊടിയും ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുള്ള ഒരു അടിപൊളി ചട്നിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഈ ചട്നിയും അതുപോലെ നമ്മുടെ ഹെൽത്തി റാഗി ദോശയും കൂടെ നല്ല കോമ്പിനേഷനാണ്. കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നന്നായി മുരിഞ്ഞിട്ട് ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി ദോശയാണ് കേട്ടോ. എല്ലാവരും നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, ഇത് ഇങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ അതിനുള്ള വെജിറ്റബിൾസും എല്ലാം നമ്മൾ ഇത്രയും വെജിറ്റബിൾസ് ഇട്ടിട്ട് അതിൽ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക അങ്ങനെയൊന്നുമില്ല. നല്ല നൈസായിട്ട് നന്നായിട്ടത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണം കേട്ടോ, മറക്കരുതേ. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എല്ലാ നല്ല കൂട്ടുകാർക്കും താങ്ക് യു.